Hi everyone, welcome back to my classroom. Today's topic is absorption of overheads. Overheads in the ചാപ്റ്ററിനകത്ത് വരുന്ന ഒരു പോയിൻ്റാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ദറ്റ് ഈസ് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓൾറെഡി നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരത് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, അല്ലാത്തവർ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. Absorption of overhead simply means charging overhead of a cost center, that is a production department cost, to different cost units. That is different cost unit may be products, jobs, etc. ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡിനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജോബ്സിലേക്ക് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ICMA London, overhead absorption means allotment of overhead to cost unit. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ICMA ലണ്ടനിലെ ഡെഫിനിഷൻ ഓവർഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓവർഹെഡ് അലോട്ട് ചെയ്യലാണ്. കോസ്റ്റ് യൂണിറ്റിലേക്ക് ഓവർഹെഡ് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുക. That is, it is the process of charging overhead to individual products or units. ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യുന്ന ആ പ്രോസസ്സ്, ഓവർഹെഡിനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. What are the important methods of absorption of factory overhead? ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. There are 7 methods. Production unit method. That is production unit method. Under this method, overheads are absorbed on the basis of number of units produced. ഈ ഒരു മെത്തേഡിൽ ടോട്ടൽ ഓവർഹെഡ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടുന്നത്. സെക്കൻഡ് മെത്തേഡിൽ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണോ അതാണ് ബേസ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. അങ്ങനെയാണ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെ കേസാണെങ്കിലോ ദാറ്റ് ഈസ് ഇവിടെ വേജാണ്, അതായത് ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് ലേബറാണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് അബ്സോർപ്ഷൻ റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 നമുക്ക് പെർസെൻറ്റേജിൽ ഏത് കിട്ടും? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കിട്ടും. ബേസിലാണ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൈം കോസ്റ്റ് ബേസിലും എന്ത് ചെയ്യാം? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ബേസ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ആയിരിക്കും. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദി സം ടോട്ടൽ ഓഫ് ഓൾ ദി ഡയറക്റ്റ് എക്സ്പെൻസസ്. ദറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ദെൻ ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ് ആണെങ്കിൽ ലേബർ ഹവർ റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലേബർ ഹവേഴ്സ്, എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അതിൻ്റെ ബേസിലായിരിക്കും. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്, എത്ര ഹവേഴ്സാണ് ലേബേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലാണ് ഇവിടെ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് മെഷീൻ ഹവർ റേറ്റ്. മെഷീൻ ഹവർ റേറ്റിൽ എന്താ ചെയ്യുക? ഫാക്ടറി എത്ര മണിക്കൂറാണ് മെഷീൻ വർക്ക് ചെയ്തിട്ടുള്ളത്, മെഷീൻ ഹവേഴ്സ് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലായിരിക്കും. ദറ്റ് ഈസ് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്. ടോട്ടൽ എത്രയാണോ ഓവർഹെഡ്, എത്ര മണിക്കൂറാണോ മെഷീൻ വർക്ക് ചെയ്തത് ഡിവൈഡ് ചെയ്യുന്നു, അബ്സോർപ്ഷൻ റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. 7th one, dual hour rate. Under this method, the manual labors and machines are equally important. രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ലേബർ ഹവേഴ്സിനും മെഷീൻ ഹവേഴ്സിനും. അതുകൊണ്ട് തന്നെ ഇവിടെ ലേബർ ഓവർഹെഡ് അബ്സോർബ് ചെയ്യുന്നത് രണ്ട് രീതിയിലും ആവാം. വെൻ ദി ഓവർഹെഡ്സ് റിലേറ്റഡ് ടു മെഷീൻസ്, മെഷീൻ ഓവർഹെഡ് റിലേറ്റഡ് ആണെങ്കിൽ, മെഷീൻ അതായത് ഓവർഹെഡ് റിലേറ്റഡ് ടു മെഷീൻസ് ആണെങ്കിൽ
മെഷീൻ ഉപയോഗിച്ചാണ് അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ അബ്സോർബ് ചെയ്യുന്നത് മെഷീൻ ഹവർ റേറ്റ് ബേസിലായിരിക്കും അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതല്ല ഓവർ ഹെഡ്സ് റിലേറ്റഡ് ടു മാനുവൽ ലേബർ ആണെങ്കിൽ മാനുവൽ ലേബേഴ്സ് വർക്ക് ചെയ്തിട്ട് അവരെത്ര മണിക്കൂർ വർക്ക് ചെയ്തു അങ്ങനെയാണ് ഓവർ ഹെഡ് അവിടെ വന്നിട്ടുള്ളത് എങ്കിൽ ഇവിടെ അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അബ്സോർബ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ലേബർ അവർ റേറ്റ്. മെഷീനാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓവർ ഹെഡ് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓവർ ഹെഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്. ലേബർ ഹവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓവർ ഹെഡ് ആണെങ്കിൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. അങ്ങനെ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് ലേബർ അവറും മെഷീൻ ഹവറും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ആൻഡ് മെഷീൻ ഹവർ റേറ്റ്. ലേബർ അവർ റേറ്റിൻ്റെ മെഷീൻ ഹവർ റേറ്റിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഡ്യുവൽ ഹവർ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓവർ ഹെഡിൻ്റെ മീനിങ് ആ ഡെഫിനിഷൻ പറഞ്ഞു, അബ്സോർപ്ഷൻ്റെ മീനിങ് ആ ഡെഫിനിഷൻ പറഞ്ഞു, മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താണ് അണ്ടർ അബ്സോർപ്ഷൻ അതല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് മേ ബി ബേസ്ഡ് എയ്തർ ഓൺ ആക്ച്വൽ റേറ്റ് ഓർ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. ഈ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് ആക്ച്വൽ റേറ്റ് ബേസിലാണ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ബേസിലാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബേസിലായിരിക്കും. ആക്ച്വൽ റേറ്റിലാണെങ്കിൽ ഇവിടെ കോസ്റ്റ് ഫുള്ളി അബ്സോർബ്ഡ് ആയിരിക്കും. അവിടെ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഓവർ ഹെഡ് ആൻഡ് ഓവർ ഹെഡ് അബ്സോർബ്ഡ്. കാരണം അബ്സോർബ് ചെയ്യുന്നത് ആക്ച്വൽ ഓവർ ഹെഡ് ബേസിലായതുകൊണ്ട് തന്നെ അവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഓവർ ഹെഡ് ആൻഡ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ. പക്ഷേ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണെന്ന് വിചാരിക്കുക. പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് പ്രീ ഡിറ്റർമിൻഡ് ബേസിലാണെങ്കിൽ അവിടെ ഡിഫറൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ചാൻസ് എന്ന് പറയുന്നത്? ദ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്, ദാറ്റ് ഈസ് ഇൻ ദി കേസ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓവർ ഹെഡ് അബ്സോർബ്ഡ് മേ നോട്ട് ബി ഈക്വൽ ടു ആക്ച്വൽ ഓവർ ഹെഡ്. അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണ്, മുൻകൂട്ടി തീരുമാനിച്ച ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നതിൽ എങ്കിൽ ആക്ച്വൽ അബ്സോർബ്ഡും ഇതും രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അവിടെ ഓവർ അബ്സോർബ്ഡ് ആവാം, അതല്ലെങ്കിൽ അണ്ടർ അബ്സോർബ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഓവർ അബ്സോർബ്ഡ് ആവുന്നത്, എങ്ങനെയാണ് അണ്ടർ അബ്സോർബ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. എപ്പോഴാണ് അങ്ങനെ വിളിക്കുന്നതെന്ന്. ഓവർ അബ്സോർപ്ഷൻ മീൻസ് ദാറ്റ് ഓവർ ഹെഡ് അബ്സോർബ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആർ മോർ ദാൻ ആക്ച്വൽ ഓവർ ഹെഡ്. ശരിക്കുള്ള ഓവർ ഹെഡിനേക്കാൾ കൂടുതലാണ് അബ്സോർബ് ചെയ്തത് എങ്കിൽ, പ്രൊഡക്ഷൻ നമ്മൾ അബ്സോർബ് ചെയ്തത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓവർ അബ്സോർപ്ഷൻ മീൻസ് ദാറ്റ് ഓവർ ഹെഡ് അബ്സോർബ് ചെയ്തത് ആർ മോർ ദാൻ ആക്ച്വൽ ഓവർ ഹെഡ്. ആക്ച്വൽ ഓവർ ഹെഡിനേക്കാൾ കൂടുതലായിട്ടാണെങ്കിൽ അവിടെ ഓവർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അണ്ടർ അബ്സോർപ്ഷൻ. That means under absorption means that overhead absorbed in production are less than actual overhead. ശരിക്കുള്ള ഓവർഹെഡിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ നമ്മൾ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ആർ ദി കോസസ് ഫോർ അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്? അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷൻ്റെയും കോസസ് എന്തൊക്കെയാണ്, അത് വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോങ് എസ്റ്റിമേഷൻ ഓഫ് ഓവർ ഹെഡാണ് ഒന്ന്. അതായത് ഓവർ ഹെഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക, അതായത് തെറ്റായ രീതിയിലാണ് ഓവർ ഹെഡ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും നമ്മൾ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവും. റോങ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഓർ ഔട്ട്പുട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്കിംഗ് ഹവേഴ്സ് ബേസിലാണെങ്കിൽ വർക്കിംഗ് ഹവേഴ്സ് എടുക്കുമ്പോഴൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് റോങ് ആയി പോവുക. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരും, ചിലപ്പോൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോഴൊക്കെ അവിടെ എന്താ പറയുക, ഡിഫറൻസ് വരാം. സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അതേപോലെ പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊഡക്ഷൻ ലെവൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ചില സിറ്റുവേഷനിൽ അത് കുറയാം. സീസണലായിട്ടുള്ള ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, കുറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ സീസണൽ ഫ്ലക്ച്വേഷൻസ് ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ മാറ്റം വരുത്തും, അതും ഒരു കാരണമാവാം. അതല്ലെങ്കിൽ ഓവറായിട്ടോ അണ്ടറായിട്ടോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി യൂസ് ചെയ്യുക. ഓൾറെഡി ഒരു 60% കപ്പാസിറ്റി ഉള്ളത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിലും കുറവ് യൂസ് ചെയ്യുക. നോർമൽ കണ്ടീഷനേക്കാൾ കൂടുതലോ കുറവോ കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലും ഇവിടെ ഡിഫറൻസ് വരും. ലാസ്റ്റ് പറയുന്നത് ചേഞ്ചസ് ഇൻ ദി മെത്തേഡ്സ് ആൻഡ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ മെത്തേഡ്സിലോ ടെക്നിക്കിലോ മാറ്റങ്ങൾ വരുമ്പോഴും അബ്സോർപ്ഷൻ റേറ്റിൽ ചേഞ്ച് വരും.
അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡിൽ മാറ്റം വരും. അതായത് നമ്മൾ അബ്സോർബ് ചെയ്തതും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ 5 റീസൺ കൊണ്ട് അതിൽ വേരിയേഷൻ വരും. ഓവർ അബ്സോർപ്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ആയിരിക്കാം. ഇനി വാട്ട് ആർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പറയുന്നത് സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സപ്ലിമെൻ്ററി റേറ്റ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സപ്ലിമെൻ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്: എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അതായത് ആ കറക്റ്റായിട്ട് അണ്ടർ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷനോ ഉണ്ടാവും, അത് എത്രയാണ് അതിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ബേസ്. ഡയറക്റ്റ് മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ ആവാം, അല്ലെങ്കിൽ ലേബർ ഹവേഴ്സ് ആവാം, മെഷീൻ ഹവേഴ്സ് ആവാം. അപ്പോൾ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്മൾ ഏത് ബേസിലാണോ ചെയ്യുന്നത് ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് റേറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. ഓക്കെ, ഈ മെത്തേഡ് എപ്പോഴും അവർ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഈസ് ക്വൈറ്റ് ലാർജ്. വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, അണ്ടർ അബ്സോർപ്ഷൻ ആയാലും ഓവർ അബ്സോർപ്ഷൻ ആയാലും വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക. സീരിയസ് ആയിട്ടുള്ള എറേഴ്സ് അവിടെ വന്നിട്ടുണ്ട്, വലിയൊരു മിസ്റ്റേക്ക്, വലിയൊരു ചേഞ്ചാണ് അവിടെ വന്നിട്ടുള്ളത് എങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ വന്നിട്ടുള്ള റേറ്റ് എമൗണ്ട് ഓഫ് ഓവർ ഹെഡിൽ വലിയൊരു മാറ്റമാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് റേറ്റ് യൂസ് ചെയ്യും? സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഇവിടെ ചെയ്യുന്നത് കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇതെപ്പോഴും ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഓവർ അബ്സോർപ്ഷൻ ആയാലും ശരി അണ്ടർ അബ്സോർപ്ഷൻ ആയാലും ശരി എമൗണ്ട് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. വളരെ ചെറിയ എമൗണ്ടോ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, വലിയ പ്രാധാന്യമില്ല, ചെറിയൊരു എമൗണ്ടാണ് വ്യത്യാസം വന്നിട്ടുള്ളതെങ്കിലും ആണ് ഏത് യൂസ് ചെയ്യുക? രണ്ടാമത്തെ മെത്തേഡ്, അതായത് കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ. ഓക്കെ, അതായത് ദാറ്റ് മേ ബി കോസ്ഡ് ബൈ അബ്നോർമൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ദറ്റ് ഈസ് ഫാക്ടേഴ്സ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്. സ്ട്രൈക്ക് കൊണ്ടോ ലോക്കൗട്ട് കൊണ്ടോ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീൻ കൊണ്ടൊക്കെ വരാവുന്ന ചെറിയൊരു മാറ്റം കൊണ്ട്, ആ ഒരു റീസൺ കൊണ്ടൊക്കെ വരാവുന്ന അണ്ടർ അബ്സോർപ്ഷനോ ഓവർ അബ്സോർപ്ഷനോ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ഈ ഫാക്ടേഴ്സ് കൊണ്ട് വരാവുന്ന അബ്സോർപ്ഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, അബ്സോർപ്ഷനിൽ വരുന്ന മാറ്റം, ആ ഒരു മാറ്റം കൊണ്ടോ ചെറിയ എമൗണ്ടോ വലിയ പ്രാധാന്യം ഇല്ലാത്ത എമൗണ്ടോ ഒക്കെ ആകുമ്പോഴാണ് രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ക്യാരി ഓവർ ടു നെക്സ്റ്റ് ഇയേഴ്സ് അക്കൗണ്ട്. അടുത്ത ഇയർ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യാറുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ്റെ എമൗണ്ട് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതല്ല, ഒന്നില്ലെങ്കിൽ ഓവറുടെ റിസർവിലേക്കായിരിക്കും, അതല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ അത് ഓവർ ഹെഡ് റിസർവിലേക്ക് മാറ്റിവെക്കും, അണ്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ അത് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അണ്ടർ അബ്സോർപ്ഷൻ ആണെങ്കിൽ അത് സസ്പെൻസ് അക്കൗണ്ടിലേക്കും ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ അത് ഓവർ ഹെഡ് റിസർവിലേക്കുമാണ് ക്യാരി ഫോർവേഡ് ചെയ്യാറുള്ളത്. ഇവിടെ ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ വെൻ ദി നോർമൽ ബിസിനസ് സൈക്കിൾ ഈസ് മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തേക്കാൾ കൂടുതൽ നോർമൽ ബിസിനസ് സൈക്കിൾ പോകുന്നുണ്ടെങ്കിലും അതേ ഡിമാൻഡ് സീസണൽ ആണെങ്കിൽ സീസണലായിട്ടുള്ള ഫ്ലക്ച്വേഷൻ വല്ലാതെ വരുന്ന സിറ്റുവേഷനാണ്, ഡിമാൻഡിൽ വരുന്ന പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റം അല്ലാതെയാണ്, സീസണൽ ആയിട്ടുള്ള വേരിയേഷൻസ് നല്ലോണം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഏത് വരുന്നത്, ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ, ദി പ്രോജക്റ്റ് ഈസ് എ ന്യൂ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ലോ ഇൻ ഇനീഷ്യൽ സ്റ്റേജ് ആൻഡ് ദ ഹോൾ എമൗണ്ട് ഓഫ് ഓവർഹെഡ് കനോട്ട് ബി അബ്സോർബ്ഡ് ഇൻ 1 ഇയർ. ഒരു പുതിയ പ്രോജക്റ്റ് ആണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് പൊതുവേ ഇനീഷ്യൽ സ്റ്റേജിൽ കുറവായിരിക്കും. ഇവിടെ ഹോൾ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് നമുക്ക് ഒരു 1 ഇയറിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഓവർ ഹെഡ് റേറ്റ് ആർ എസ്റ്റിമേറ്റഡ് ഓൺ എ ലോങ് ടേം ബേസ്. ലോങ് ടേം ബേസിലാണ് ഓവർ ഹെഡ് റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ 3 സിറ്റുവേഷനാണ് അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് ടെക്സ്റ്റ് ബുക്കിൽ
പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ക്ലാസ് സാവധാനം ഇങ്ങനെ കേട്ട് പോസ് ചെയ്ത് കേട്ട് അതിങ്ങനെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.